യാത്ര പുറപ്പെട്ടു. കാറിൽ കാജൽ നിശബ്ദയായിരുന്നു. ജനലൂടെ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടങ്ങനെയിരുന്നു. ശ്രീദേവി ചെറിയ മയക്കത്തിൽ നിന്നുണർന്ന് കാജലിനെ നോക്കി. ആ കണ്ണുകളിലെ നിസ്സഹായത അവർക്ക് മനസ്സിലായില്ല. അവൾ തന്റെ പോൾ അങ്കിളിന്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. കാജൽ, ശ്രീദേവി വിളിച്ചു. എന്താ മാഡം? അവൾ നോക്കി. എന്താ കുട്ടി ചിന്തിക്കുന്നത്? എന്റെ വീടിനെക്കുറിച്ചാണോ അതോ ജോലിയെക്കുറിച്ചാണോ? വിഷമിക്കണ്ട, കഠിനമായ ജോലിയൊന്നും ഉണ്ടാകില്ല. മാത്രമല്ല, നിനക്കൊരു സർപ്രൈസും കാത്തിരിക്കുന്നുണ്ട്. പഠനത്തിൽ പിന്നോക്കം പോയി എന്ന് കരുതി കുട്ടി വിഷമിക്കണ്ട. ഇനിയും പഠിക്കാനുള്ള അവസരം ഞാൻ തരാം. അതുവരെ മയക്കത്തിലെന്ന പോലെ കേട്ടിരുന്ന കാജൽ അമ്പരന്നുപോയി. ആര് പറഞ്ഞു ഞാൻ പഠിത്തത്തിൽ പിന്നോക്കമായിരുന്നെന്ന്? എനിക്ക് പഠിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടം. പക്ഷേ അവൾ വാചകം പൂർത്തിയാക്കിയില്ല. നിന്റെ ആന്റി പറഞ്ഞു, അല്ലാതാര്? അവൾ ഒന്നും പറയാതെ ബാഗിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഫയൽ എടുത്തു. ശ്രീദേവി അത് തുറന്നു നോക്കി. പഠിച്ച സ്കൂളിലെയും കോളേജിലെയും കമ്പ്യൂട്ടർ കോഴ്സിന്റെയും പിന്നെ ചില സ്കോളർഷിപ്പ് പരീക്ഷകളുടെയും ഫസ്റ്റ് റാങ്ക് വിവരങ്ങളായിരുന്നു അതിൽ. ശ്രീദേവി അമ്പരമോ, ഇത്ര മിടുക്കിയായ കുട്ടിയായിരുന്നോ ഇത്? എന്തു മിടുക്ക് ആന്റി? സോറി മാഡം, മിടുക്ക് ഇതൊന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അവളുടെ ആന്റി വിളി ശ്രീദേവിക്ക് ഇഷ്ടമായി. സാരമില്ല കുട്ടി, എന്നെ ആന്റി എന്ന് വിളിച്ചോളൂ. വിഷമിക്കണ്ട, നിന്റെ യോഗ്യതയ്ക്ക് പറ്റിയ ജോലി ഞാൻ തന്നെ തരും. തൽക്കാലം ഹോം നേഴ്സായി ജോലി ചെയ്യണം. പക്ഷേ ഞാൻ ഹോം നേഴ്സിംഗ് പഠിച്ചിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ച് പൊതുവായുള്ള ധാരണയ്ക്കപ്പുറം ഒന്നും അറിയില്ല, കാജൽ പറഞ്ഞു. അത് സാരമില്ല, കുട്ടി നോക്കാൻ പോകുന്നയാൾക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു സന്തോഷം, ധൈര്യം, ഇതൊക്കെ മതി എൻ്റെ അമ്മയ്ക്ക്. എന്റേത് തിരക്കേറിയ ജീവിതമായി പോയി. അമ്മയെ നോക്കാതിരിക്കാൻ എനിക്കാവില്ല. പലപ്പോഴും മീറ്റിങ്ങുകളുടെയും മറ്റും തിരക്കിൽ അമ്മയെ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയാറില്ല. അതിനാലാണ് ഞാൻ നല്ലൊരു കുട്ടിയെ അന്വേഷിച്ചു നടന്നത്. 1-2 പെൺകുട്ടികൾ വന്നിരുന്നു. പക്ഷേ എന്റെ മനസ്സിനിണങ്ങിയതായിരുന്നില്ല. അതാണ് വീണ്ടും ശ്രമിച്ചത്. കാജലിന് ആശ്വാസം തോന്നി. മനോഹർ ഇതെല്ലാം കേട്ട് വണ്ടി ഓടിക്കുകയായിരുന്നു. ഇടയ്ക്ക് എന്തെങ്കിലും സംസാരിക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രീദേവി മനോഹറിനോടായി പറഞ്ഞു, മനോഹർ, നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമായി. എവിടെയെങ്കിലും നല്ല ഹോട്ടൽ കണ്ടാൽ നിർത്തൂ. രാത്രി 8 മണിയോടെ വണ്ടി ശ്രീദേവിയുടെ വലിയ ബംഗ്ലാവിന്റെ മുറ്റത്തെത്തി. വണ്ടിയുടെ ശബ്ദം കേട്ട് മുറ്റത്ത് ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു സെക്യൂരിറ്റിയും ഓടി വന്നു. ഏകദേശം 25 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവ്. മമ്മ, എന്താ ലേറ്റായത്? ഞങ്ങളൊന്ന് പേടിച്ചുപോയി, അവൻ പറഞ്ഞു. കാറിൽ നിന്നിറങ്ങിയ ശ്രീദേവി കാജലിന്റെ പെട്ടികൾ ആദ്യം പുറത്തെടുത്തു വെച്ചു. പിന്നെ അവളും ഇറങ്ങി. മമ്മ, താമസിച്ചത് ദാ ഈ കുട്ടിയെ കൊണ്ടുവരാൻ പോയത് കൊണ്ടാണ്. നിങ്ങൾ എന്തിനാ വിഷമിച്ചത്? ഞാൻ എപ്പോഴും വൈകിയല്ലേ വരാർ. അതല്ല, ഇന്ന് മമ്മ ഫോണും ഓഫ് ചെയ്തിരുന്നു. ഓ, ഞാൻ അറിഞ്ഞില്ല. നല്ല ക്ഷീണമുണ്ടായിരുന്നു. എന്റെ മോൻ, ഈ പെട്ടിയൊക്കെ ഒന്ന് എടുക്ക്. വേലക്കാരെ വിളിക്കാനുള്ളതൊന്നുമില്ല, ശ്രീദേവി പറഞ്ഞു. അവൻ പെട്ടിയെടുക്കുമ്പോഴാണ് കാജലിനെ ശ്രദ്ധിച്ചത്. ഹിന്ദി സിനിമയിലെ നടിയെപ്പോലെ ഇരിക്കുന്ന ഈ സുന്ദരിക്കുട്ടിയെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവൻ മനസ്സിലോർത്തു. ഈ ബംഗ്ലാവ് എവിടെയോ കണ്ടു മറന്നതുപോലെ കാജലിന് തോന്നി. അവൾ മറ്റൊരു ബാഗുമായി അവന്റെ പിറകെ നടന്നു. വിനു, ഈ കുട്ടിക്ക് റൂമും മറ്റും കാണിച്ചു കൊടുക്ക്. മമ്മി ദേ ഇപ്പോൾ വരാം. കാജൽ, അവന്റെ കൂടെ ചെന്നോളൂ, ശ്രീദേവി പറഞ്ഞു. അത് കേട്ട് അവനൊപ്പം നടന്നു. കുറച്ചു ദൂരം നടന്ന് അവർ ലിഫ്റ്റിലാണ് മുകളിലേക്ക് പോയത്. ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ വിനു പറഞ്ഞു, ഹോ, ഇതെന്താ കരിങ്കല്ലാണോ ഈ പെട്ടിയിൽ? ഇതും കൊണ്ട് സ്റ്റെപ്പ് കയറാൻ എനിക്ക് വയ്യ. എന്താണ് പേര്? കാജൽ. വിനു എന്നാണോ പേര്? വിനയക്, വിനു എന്ന് എല്ലാവരും വിളിക്കും. ഹോം നഴ്സിംഗ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ? എന്റെ മുത്തശ്ശിക്ക് മരുന്ന് മാറിക്കൊടുക്കുമോ? ഞാൻ മാനേജ് ചെയ്തോളാം, അവൾ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞതാ ഗേൾ. ലിഫ്റ്റിൽ നിന്നിറങ്ങി അവൾ ചുറ്റും നോക്കി. ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്നാണ് അവൾക്ക് തോന്നിയത്. പരസ്യത്തിൽ കാണുന്ന ആഡംബര ഹോട്ടലിനെ വെല്ലുന്ന വീട്. റോസമ്മയുടെ വീട് ഇതുവെച്ചു നോക്കുമ്പോൾ 0. തനിക്ക് വേറൊരു ലോകത്തേക്ക് ദൈവം വഴി തുറന്നു കൊടുത്ത പോലെ അവൾക്ക് തോന്നി. എന്തൊരു ജീവിതമാണ് തന്റേത്. എന്താ ആലോചിച്ചു നിൽക്കുന്നത്? വിനയക് തിരിഞ്ഞു നിന്ന് ചോദിച്ചു. ദേ, ഇവിടെയാണ് നിന്റെ റൂം. താഴേക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങിയും വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അവൻ നടന്നുപോയി. ഗുഡ് നൈറ്റ് പറഞ്ഞ് അവൾ റൂമിലേക്ക് കയറി.